മൂവാണ്ടമാവിൻ്റെ തൈയാണ്. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഔഷധ സസ്യങ്ങളും മരങ്ങളും വെച്ച് പിടിപ്പിക്കണം. പിന്നെ അതിനെക്കുറിച്ച് പഠിക്കും വേണം. എനിക്കറിയാവുന്ന അറിവുകളൊക്കെ ഞാൻ കുറേശ്ശായിട്ട് പറഞ്ഞുതരാം. കണ്ണം പറഞ്ഞത് എല്ലാവരും കേട്ടില്ലേ? അതുപോലെ നിങ്ങളെല്ലാവരും പരിസ്ഥിതിയെ സംരക്ഷണം നിങ്ങൾക്ക് നല്ലൊരു അറിവ് പറഞ്ഞു തരും. എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പോവുക. അതെ, ഇതുപോലെ മുത്തച്ഛന്മാർക്ക് ഒരുപാട് അറിവുണ്ട്. കുട്ടികളെല്ലാം ഇത് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് എൻ്റെ ഈ ഡ്രസ്സ്? എങ്ങനെയിട്ട് നന്നായിണ്ടാ? ഇതുവരെ പ്രത്യേകത ഒന്നുമില്ല. എൻ്റെ അനിയത്തി ദുർഗില്ലേ, അവള് പറഞ്ഞിട്ടാ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടെ. അവള് പറഞ്ഞു ഈ ഡ്രസ്സ് ഇട്ട് എനിക്ക് നല്ല ഭംഗിയാണ്. ഭംഗിയുണ്ടോ? ഇനി ഞാൻ അവിടെ വന്നിരിക്കുന്നത് 2 കാര്യങ്ങളായിട്ടാണ്. ഒന്ന് അടിപൊളി ഒരു ടിപ്സും 2 കളരിയിലെ ഒരു ഐറ്റം കാണിക്കാനും. ടിപ്സ് എന്താണെന്നറിയോ? അന്ന് എൻ്റെ അനിയത്തി മുഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് ചെയ്ത് നോക്കിയോ? എന്നാൽ മുഖ സൗന്ദര്യം കൂടണമെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മുടെ പല്ലുകളാണ്. ഇനി ഞാൻ അവിടെ പറയാൻ പോകുന്നത് നല്ല വെണ്മയുള്ള ഭംഗിയുള്ള പല്ലുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്സ് പറഞ്ഞിരുന്നത്. അതിനൊരു കാര്യം ചെയ്യാം, ഞാൻ കളരിയിൽ ഒരു ഐറ്റം കാണിക്കാം. അത് നിങ്ങളുടെ ബോറടി പോലോ. അത് കഴിഞ്ഞ് പറയുന്ന ടിപ്സ് മിസ് ചെയ്യല്ലേ, സൂപ്പറാ. അന്ന് ഞാൻ 1 വടി വെച്ചിട്ടായിരുന്നു ചുഴറ്റിണ്ടായിരുന്നു. ഇന്ന് അതേ സ്ഥാനത്ത് ഞാൻ 2 വടി വെച്ചിട്ടാണ് ചുഴറ്റണം. 1 വടി വെച്ച് ചെയ്താൽ തന്നെ നല്ല കോൺസെൻട്രേഷനും വേവൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 വടി വെച്ച് ചെയ്താൽ ഞാൻ പറയേണ്ടതില്ലല്ലോ. ശരി, തുടങ്ങാം.
പഠിക്കാൻ തോന്നുന്നില്ലേ? അത് വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ നിങ്ങളിലൂടെ നിങ്ങൾക്ക് കളർ പഠിപ്പിച്ചു തരും. ഈ ടിപ്സ് കേൾക്കണ്ടേ? അതിനു മുമ്പ് എന്റെ അനുഭവം പറയാം. അതെനിക്ക് പല്ലേക്ക് ഭയങ്കര മടിയായിരുന്നു. അതിന്റെ കൂടി ഞാൻ കുറെ കള്ളത്തിലും കാട്ടി. പിന്നീടാണ് അതിന്റെ ദോഷം മനസ്സിലാവണേ. വായന പൊട്ടാമണം ചെറിയ കംപ്ലൈന്റ് ഒക്കെ വന്നു. അപ്പൊ എല്ലാണ്ട് പേടിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ ഐഡിയ ചെയ്ത് നോക്കിയത്. ഗംഭീര റിസൾട്ട് ആയിരുന്നു. ഈ ഐഡിയ എന്നെ ചെറിയച്ഛൻ പറഞ്ഞാട്ടോ. ചിട്ടകളുണ്ട്. പാലിച്ച നല്ലത്. 1. വിരൽ കൊണ്ട് പല്ലേക്കാൻ ശ്രമിക്കുക. 2. ഒരു കാരണവശാലും നടന്ന് പല്ലേക്കരുത്. ഒരുത്തിൽ ഇരുന്ന് പല്ലേക്കാം. 3. വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് നോക്കി പല്ലേച്ചാൽ പഴമക്കാരെ നല്ലതെന്ന് പറയാറുണ്ട്. ഇനി 4ാമത്തെ കാര്യം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 6:30ക്ക് മുമ്പെങ്കിലും നിങ്ങൾ പല്ലേക്കാൻ ശ്രമിക്കും. ഇനി ഇതിന്റെ കൂട്ട്: ചുക്ക്, കുരുമുളക്, ഇന്ദുപ്പ്, എള്ള്, ഉമിക്കരി. ഇതില് ചുക്കും കുരുമുളകും ഒരു 50 ഗ്രാം വീതം എടുക്കണം. ഇന്ദുപ്പും എള്ളും ഒരു 30 ഗ്രാം എടുക്കണം. പിന്നെ ഉമിക്കരി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ അല്ലെ, അത് ഉമി കരിച്ചുണ്ടാക്കണതാണ്. ആ ഉമിക്കരി നമുക്ക് 750 ഗ്രാം വീതം വേണം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഏതെങ്കിലും ഒരു മില്ലിൽ പോയി പൊടിപ്പിക്കണം. വളരെ നൈസായിട്ട് വേണം, ഇല്ലെങ്കിൽ ഇതിൽ തരികൾ ഇരുന്നാൽ പല്ലിന് കേടാണ്. ഇപ്പൊ നമ്മുടെ പല്ലേക്കുള്ള ചൂർണം റെഡി. ഈ ചൂർണം നിങ്ങൾക്ക് കുറെ ദിവസം ഉപയോഗിക്കാം. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉപയോഗിക്കാം. ഇത് അത്രയും നല്ലൊരു ഔഷധം. പിന്നൊരു കാര്യം, എല്ലാവരും ചെയ്യുന്നൊരു അബദ്ധമുണ്ട്. നാക്ക് പഠിക്കുമ്പോൾ ഒരിക്കലും അമർത്തി പഠിക്കരുത്. വളരെ സ്മൂത്ത് ആയിട്ടാ പഠിക്കാവും. പിന്നെ കുട്ടികൾക്ക് ചൂർണം എരിവുണ്ടെങ്കിൽ അതിലത്തെ ചുക്കും കുരുമുളകും കുറച്ചാൽ മതി. ഈ മരുന്നിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ടിപ്പും കൂടി പറയാം, ഇത് മുതിർന്നവർക്ക് എന്തായാലും ഉപയോഗപ്പെടും. അതായത് പല്ലുവേദന, മോണപ്പഴുപ്പ്, മോണയിൽ നീര്, എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, പിന്നെ ഇഞ്ചി നീര്, തേന്, ഇത് 1/2 സ്പൂൺ, എല്ലാതും കൂടി 1.5 സ്പൂൺ, പിന്നെ 2 സ്പൂണ് ചൂടുവെള്ളം. ഇതെല്ലാം വായിൽ പിടിച്ചിരിക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ ഉമിനീരെല്ലാതും വന്ന് വായിൽ നിറയും. അപ്പൊ നമ്മൾ പുറത്ത് പോയി തുപ്പികളയും. ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ വായിലെ പഴുപ്പും പൊട്ട സാധനങ്ങളൊക്കെ പോണം നമുക്ക് കാണാം. ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കാം. സംശയമുള്ളവർ കമന്റ് ബോക്സിൽ ഇടാം, ഞാനുള്ള മറുപടി തരാം. വൈൻഡപ്പ് ചെയ്യട്ടെ. ഈ അറിവ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കാളിക കളരി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോ അടുത്ത തവണ അടിപൊളി പെർഫോമൻസും അടിപൊളി ടിപ്പായിട്ട് എൻ്റെ അനിയത്തി വരും. അതൊന്നുമില്ല, എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. ടാറ്റാ.